രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ ആക്കിയ സമയത്ത് നമ്മളെല്ലാവരും ഒരു സംശയം സാധാരണക്കാരും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള പി ചിദംബരത്തിനെ പോലെയുള്ള കോൺഗ്രസ് CPM നേതാക്കൾ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളും പാല് വാങ്ങുന്നവനും പച്ചക്കറി വിൽക്കുന്നവനും ഒക്കെ എങ്ങനെയാണ് ഈ കാർഡ് ട്രാൻസാക്ഷനൊക്കെ നടത്തുക. എന്തായാലും അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI വന്നു. അതിന് പ്രകാരം ആളുകൾ ഗൂഗിൾ പേയും ഫോൺ പേയും വാട്സപ്പ് പേയും ആമസോൺ പേയും അടക്കം നന്നായിട്ട് രീതിയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഏകദേശം ഒരു മാസം 1800 കോടി ആളുകളുടെ ഇടപാടാണ് നടക്കുന്നത്. 1800 കോടി ഇടപാടാണ് നടക്കുന്നത്. ഏകദേശം 24 ലക്ഷം കോടി രൂപയുടെ ഒരു മാസം ഈ പറയുന്ന യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് വഴി, അതായത് ഗൂഗിൾ പേയും ഫോൺ പേയും ആമസോൺ പേയും ഒക്കെ വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് 1.1% തുക ഇൻ്റർഫേസ് ചാർജ് എന്നുള്ള നിലയിൽ 0 MDR മർച്ചൻ്റ് നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് 1500 കോടി രൂപ ഈ ബാങ്കുകൾക്ക് ഇത് കൊടുക്കും. അപ്പോൾ ആളുകൾ ഇങ്ങനെ പണം കൈമാറുമ്പോൾ അതിനാനുപാതികമായ നിശ്ചിതമായ വളരെ നോമിനലായിട്ടുള്ളൊരു തുക ഇൻ്റർഫേസ് ചാർജ് എന്ന് പറഞ്ഞ് ബാങ്കിന് കിട്ടിക്കൊണ്ടിരുന്നു. ഇത് വലിയ ബാധ്യത കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ റിസർവ് ബാങ്കിന് വന്നു. അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഒരു സൂചന കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഇത് ചാർജ് വന്നേക്കാം എന്നൊരു സൂചന വരുന്നു. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ത്രെഡിലാണിപ്പോൾ. കാരണം ആദ്യം സൗജന്യം കൊടുക്കുക, പിന്നെ ചെറിയ ഫീസ് ഏർപ്പെടുത്തുക, പിന്നെ ഫീസ് കൂട്ടി പോകുക. ഇങ്ങനൊരു രീതിയൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമ്മുടെ UPIയിൽ അങ്ങനെ വരാതിരിക്കട്ടെ. ആളുകൾ 10 രൂപ കൊടുത്ത് ചായ കൊടുത്ത് കുടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വട വാങ്ങി 10 രൂപ അടയ്ക്കുമ്പോൾ അവർക്കത് 9 രൂപയെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 11 രൂപ അടയ്ക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ അശാസ്ത്രീയമാണ്. അത് പ്രായോഗികമല്ല. ഭാവിയിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇങ്ങനെ സബ്സിഡി കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും, ഭാവിയിൽ ഇത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്നാൽ ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഫീസ് ഏർപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറുടെ നിഗമനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അതൊരിക്കലും ശരിയല്ല. ആളുകൾക്ക് സൗജന്യമായി തന്നെ സേവനം കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആളുകൾക്കത് അട്രാക്റ്റീവ് ആകാൻ, ആകർഷണമാവുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് അതിന് സബ്സിഡി കൊടുത്താലും കുഴപ്പമില്ല. കാരണം ജനങ്ങളുടെ മണി ട്രാൻസാക്ഷൻ ധാരാളം നടക്കട്ടെ. അങ്ങനെ മണി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാർക്കറ്റ് എക്കോണമി എന്നുള്ള നിലയിൽ മാർക്കറ്റ് നന്നായി സജീവമാവും. ബിസിനസ് ഒരുപാട് നടക്കും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നന്നായി പോകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗൂഗിൾ പോലുള്ള UPI സംവിധാനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. തീർച്ചയായിട്ടും അതൊരു ഭീഷണിയായി വരാതിരിക്കട്ടെ. നമുക്കത് ഇനി എന്താണ് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയെന്നറിയില്ല. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട്, വളരെ സാധാരണക്കാരെ വരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. പോസിറ്റീവായി ഒരു തീരുമാനം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തൽക്കാലം ചാർജ് ഇല്ല. പക്ഷേ ഇനി അത് ചാർജ് വരുമോ എന്നൊരു ഭീഷണി നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ പറഞ്ഞതോടുകൂടി അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.